പ്രവൃത്തിയാണ് സ്ത്രീയുടെ വിജയം. മഹാരാജാവിന്റെ അവർക്ക് നല്ല രീതിയിൽ പരിഹരിച്ചില്ലെങ്കിൽ ഈ ദാസി വേണ്ട ഉപദേശം തരാമെന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നു. എന്റെ കൂടെ വന്നവർ അവരെവിടെ താമസിക്കുന്നു അന്വേഷിച്ചു. അവർക്ക് വേണ്ടതിന് അധികം സൗകര്യം മഹാരാജാവ് ലഭ്യമാണ്. ഞാൻ ഭാഗ്യമുള്ളവല്ല, അതുകൊണ്ടല്ലേ സഹായി എനിക്ക് ഇതിനെ കിട്ടിയത്. ഈ ശയ്യാഗ്രഹവും സൗകര്യങ്ങളും ഇഷ്ടമായിരുന്നു. വരിക, ഈ രാത്രി നമുക്ക് ഒരു നിമിഷം പോലും പരാജയങ്ങളായിട്ടില്ല. ദയവായി മഹാരാജ് ഇന്നെ തുടരുത്. തുടരുതെന്നോ? ഈ രാത്രിക്ക് വേണ്ടി, ഈ നിമിഷങ്ങൾക്ക് വേണ്ടി വിനായകരെ കഴിച്ചുകൂട്ടികളാണ് ഞാൻ. വരും സഹായി. ദയവായി മഹാരാജ ക്ഷമിക്കണം. അങ്ങയുടെയും രാജ്യത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേൾക്കണം. തടസ്സം പറഞ്ഞ സമയം കളയരുത് സഹായി. ഞാൻ ആരുടെ പെണ്ണാകുന്നു ആ ആളിനും ആ രാജ്യത്തിനും വേണ്ടി 3 ദിവസം ജലപാനം പോലും ഉപേക്ഷിച്ച് ഉപവസിച്ച് 3-ാം ദിവസം യഹോവയ്ക്ക് മൃഗബലി അർപ്പിച്ച് ആ ബലിശിഷ്ടവുമായി എന്റെ പ്രിയപ്പെട്ടവന്റെ കിടപ്പറയിൽ ഞാൻ അങ്ങനെ വേണ്ടി കാത്തിരിക്കും. ഇതെന്റെ നേർച്ചയാണ്. 3 ദിവസം 3 വിനായകനെ പോലെ കടന്നു പോകും. അതിനുശേഷം ദൈവാനുഗ്രഹമുള്ളവളായി ഞാൻ അങ്ങയുടെ അടുത്ത് വരും. 3 ദിവസം പോയിട്ട് 3 നിമിഷം പോലും നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ക്ഷമയില്ല. വരൂ സഹായി. എന്റെ ശരീരത്തോട് ഒരു മിന്നൽ കടന്നു പോയി പോലെ, എനിക്ക് താൻ അളന്നു പോലെ, അന്ന് നേരിട്ട് കയറുന്നത് പോലെ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒട്ടാരോഗ്യം പറയുന്നത് ഇതൊരു പകർച്ചവ്യാധിയാണ്. പകർച്ചവ്യാധിയാണെങ്കിൽ ഞാനുമായി സഹകരിക്കുന്ന മുഴുവൻ പേർക്കുണ്ടാകട്ടെ. മന്ത്രിക്കോ മറ്റൊരു കുടുംബാംഗങ്ങൾക്കോ ഇല്ല. എനിക്കും എന്റെ കുടുംബാംഗങ്ങൾക്കോ യാതൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നില്ല. അന്തഃപുരങ്ങളിൽ കുട്ടികളെ പരിചരിക്കുന്ന ദാസിമാർക്ക് ആർക്കുമില്ല. എന്നെയും എന്റെ ഭാര്യമാരെയും മക്കളെയും മാത്രം പീഡിപ്പിക്കുന്ന വ്യാധി എന്താണ് കാരണം? അറിയില്ല മഹാരാജ. ഞാനും എന്റെ കുടുംബവും ഈ ഭൂമുഖത്തൊന്ന് കൂത്തറിയപ്പെടുന്നവരെ നിങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞു നിൽക്കണം. ഒട്ടാനെ ജ്യോതിഷികളെന്ന് പറഞ്ഞു എല്ലാ നല്ല കാര്യങ്ങളിലും ദോഷം കിട്ടുന്ന അവരുടെ ഈ രാജ്യത്തിന് എന്താണ് പറയാനുള്ളത്? ജ്യോതിഷികളുമായി വളരെ ഗൗരവമായ ചർച്ചയാണ് പറവോയുടെയും കുടുംബത്തിന്റെയും ലോകാരണങ്ങൾ വിദൂഷകന് വെട്ടിച്ചം പറഞ്ഞ് രസിക്കാനുള്ള കാരണമാകരുത്. ദോഷം മതിയാക്കുക. ഒരു കുടുംബം കൂടെ ലോകസയിൽ വീണ്ടെടുക്കുമ്പോഴേ ദോഷം. പറവോയുടെ വംശം ഒടുങ്ങി പോകുമെന്ന് നാം ഭയപ്പെടുന്നു. ജ്യോതിഷികളെന്ന് പറഞ്ഞു ലോകത്തിന്റെ കാരണം അന്വേഷിച്ച് നക്ഷത്രം തന്നെ തലകുറച്ചിരിക്കുക അവസ്ഥകൾ. ലോകത്തിൽ നിൽക്കാത്ത എന്തെങ്കിലും ദോഷം നാം ചെയ്തിട്ടുണ്ടോ? എടുത്തു പറയത്തപ്പോ ഒരു നന്മയും ഒന്നും ചെയ്തിട്ടില്ല. ഈ രാജ്യത്തെ നീതിപൂർവ്വം നയിക്കുന്ന ഭരണാധികാരി എല്ലാ ഭരണാധികാരികളുടെയും തോന്നലുകളാണ്. ലോകപീഡയാൽ ശ്രമിക്കുന്ന നമ്മുടെ മുന്നിൽ നിന്ന് വിട്ടത് പറഞ്ഞാൽ ശിരസ്സെടുത്ത് ഞാൻ തന്നെ നടക്കപ്പോയി എന്നിട്ട് മഹാരാജൻ, എനിക്കൊരു സംശയം. അങ്ങയെയും അങ്ങയുടെ ഭാര്യമാരെയും മക്കളെയും മാത്രം പീഡിപ്പിക്കുന്ന ഈ ലോകം അങ്ങ് ഭാര്യയായി സ്വീകരിച്ച സാറായി അവരെ മാത്രം ഇത് ബാധിച്ചിട്ടില്ല. അതൊരു പക്ഷേ ഈ ലോകം സാറായി അങ്ങയുടെ ഭാര്യയായി അംഗീകരിക്കാനില്ല. ഈജിപ്തിന്റെ നിയമങ്ങളും ആചാരങ്ങളും അനുസരിച്ച് അങ്ങ് ഭാര്യയായി സ്വീകരിച്ചാണ് സാറായി. പട്ടമഹിഷികളിൽ പ്രഥമ സ്ഥാനം മുന്തിയ പരിഗണന നൽകി. അവരുടെ ശയ്യാഗ്രഹത്തിൽ നിന്ന് വന്ന ആ നിമിഷം മുതലാണ് അങ്ങേ ഈ മാറ്റങ്ങൾ തുടങ്ങിയത്. അവനവനെ കൊണ്ടാവാത്ത ഭാരമെടുത്ത് കോടതി വെക്കുമ്പോൾ ആലോചിക്കണം രാജാവായാലും മന്ത്രിയായാലും. കാനാൻ ദേശത്ത് നിന്നൊരു അപരിചിത അവരെന്തെങ്കിലും ആഭിചാരം ചെയ്തിട്ടാണോ അങ്ങേക്കും കുടുംബാംഗങ്ങൾക്കും ഇങ്ങനെയുള്ള അസ്വസ്ഥത അനുഭവപ്പെടുന്നത്? ഞാനങ്ങനെ സംശയിക്കുന്നു. നമ്മുടെ ദൈവമല്ല അവർ വിളിക്കുന്ന ദൈവം ഈജിപ്തിന്റെ ദൈവം. ഈജിപ്തിന്റെ ദൈവം ഈജിപ്തിന്റെ ദൈവം ബാക്കിയുള്ളവരെ ആണെന്നൊക്കെ. പക്ഷെ അവരുടെ ദൈവം ഞാൻ ആരുടെ പെണ്ണാവുന്നു ആ ആളിനും ആ രാജ്യത്തിനും വേണ്ടി 3 ദിവസം ജലപാനം പോലും ഉപേക്ഷിച്ച് ഉപവസിച്ച് 3-ാം ദിവസം യഹോവയ്ക്ക് മൃഗബലി അർപ്പിച്ച് ആ ബലിശിഷ്ടവുമായി എന്റെ പ്രിയപ്പെട്ടവന്റെ കിടപ്പറയിൽ ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കും. അതെന്റെ നേർച്ചയാണ്. സാറായി എന്നാണ് ഈ ലോകം അങ്ങേക്ക് പറയുന്നതെങ്കിൽ അങ്ങയുടെ മറ്റു ഭാര്യമാർക്കും മക്കൾക്കും വരുന്ന
എങ്ങനെ? ഒരുപക്ഷെ അവരെ നാം സ്വീകരിച്ചത് അവരുടെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഇത്തരം നിസ്സാര കാര്യങ്ങളൊക്കെ പുള്ളിക്കാരോട് പറയുന്ന കാര്യം എന്താണ്? ഈ ദൈവത്തിന് വേറെ പണിയുണ്ട്. ഞാനും എന്റെ കുടുംബവും ഈ പീഡനം അനുഭവിക്കാൻ കാരണം ആരാണെങ്കിലും നാം അവരെ വെറുതെത്തില്ല. കണ്ടില്ലേ, ഞാൻ എന്റെ ഭാര്യമാരെ മക്കളും രോഗത്താൽ പീഡിക്കപ്പെടുന്നത്. ആരാണ് നിങ്ങളിങ്ങനെ പീഡിക്കുന്നത്? എന്താണ് കാരണം? കൊട്ടാരത്തിൽ ആർക്കും അറിയില്ല. ഞാൻ ഭയപ്പെടുന്നു, ഞാൻ സംശയിക്കുന്നു. അതിന് കാരണം നിങ്ങളാണ്. ഞാനല്ല, പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം യഹോവ. എന്തിനാണ് നിന്റെ ദൈവം എന്നെ എന്റെ കുടുംബത്തെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? ആരാണ്? എന്താണ് എന്റെ രൂപം? യഹോവ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം. യഹോവയ്ക്ക് പ്രിയപ്പെട്ടവരാണ് ഞാൻ. നിന്നെ മാന്യമായി സംരക്ഷിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ്? നിന്നെ കൊണ്ട് നിന്റെ ആൾക്കാരോട് മാന്യമായി പെരുമാറിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും എന്തിനിങ്ങനെ പീഡിപ്പിക്കുന്നു? ഞാൻ മറ്റൊരാളിന്റെ ഭാര്യയാണ്. അബ്രഹാം ദൈവത്തിന്റെ പ്രിയപ്പെട്ട പുത്രനാണ്, വിളിക്കപ്പെട്ട പുത്രൻ. എന്നിട്ട് അയാൾ കളവ് പറഞ്ഞു സഹോദരനാണെന്ന്. എന്നെ സ്വന്തമാക്കാൻ വേണ്ടി അദ്ദേഹത്തെ അങ്ങ് കൊന്നുകളഞ്ഞാലോ എന്ന് ഭയന്നു. യഹോവയുടെ വിളികേട്ട് ഇറങ്ങി തിരിച്ച ഞങ്ങൾ ക്ഷാമത്തിൽ നിന്ന് മോചനം തേടിയാണ് ഈ കൊട്ടാരത്തിലെത്തിയത്. അബ്രഹാമിന്റെ ഭാര്യയായ സാറായി ഫറവോ സ്വന്തമാക്കിയതിലുള്ള യഹോവയുടെ ശിക്ഷയാണ് അങ്ങ് കുടുംബം അനുഭവിക്കുന്നത്. ചെയ്യാത്ത തെറ്റിന് പീഡനം അനുഭവിക്കുകയാണ്. എന്റെ കരങ്ങളാൽ അശുദ്ധമാക്കപ്പെട്ടില്ല സാറായി. ഇനി എന്ത് പരിഹാരമാണ് ഞാൻ ചെയ്യേണ്ടത്? സഹോദരിയാണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ സ്വന്തമാക്കിയത്. എന്നിട്ട് നിന്റെ ദൈവം എന്നെയും എന്റെ ഭാര്യമാരെയും മക്കളെയും രോഗത്താൽ പീഡിപ്പിക്കുന്നു. സാറായി വിട്ടു തന്നാൽ അങ്ങിൽ നിന്നുള്ള യഹോവയുടെ കോപം മാറിപ്പോ. സാറായി എന്തിനൊക്കെ മാത്രമല്ല, നീയും നിന്റെ ആൾക്കാരും ഈജിപ്തിൽ കാണാൻ പാടില്ല. നിങ്ങൾക്ക് ഞാൻ ദാനമായി തന്ന സമ്പത്തും സമ്മാനങ്ങളും ഒന്നും തിരിച്ചെടുക്കുന്നില്ല. ഒക്കെ കൊണ്ടുപോകാം. ക്ഷാമത്തെ നേരിടാൻ ആവശ്യത്തിന് ധാന്യങ്ങൾ കൊണ്ടുപോകാം. പരിചരിക്കാനായി സാധാരണ ദാസ്യഹാകാരനെ കൊണ്ടുപോകാം. ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് ഞാൻ ഒരു സമ്മാനം കൂടി തരുന്നു. നമ്മുടെ വിദൂഷകനെ നിങ്ങൾക്കൊപ്പം വിടുന്നു. അത് നിനക്കുള്ള ശിക്ഷ. നിന്നെ വീണ്ടും ഇവിടെ നിർത്തിയാൽ വീണ്ടും ഇതുപോലുള്ള അപകടങ്ങൾ കൂട്ടിക്കൊണ്ടുവരും. നീ ഇവിടെ നിന്നാൽ നിന്നെ നാം നമ്മുടെ ദൈവത്തിന്റെ പേരിലെത്തും. ജീവനോടിരിക്കുന്ന നാട്ടിൽ പുറകിൽ ഇവരോടൊപ്പം കൊണ്ടുപോകണം.